അടുത്ത ക്വസ്റ്റ്യൻ, ദ നേഴ്സ് ഇൻ ചാർജ് ഐഡൻറ്റിഫൈസ് എ പേഷ്യൻസ് റെസ്പോൺസ് ടു ആക്ച്വൽ ഓർ പൊട്ടൻഷ്യൽ ഹെൽത്ത് പ്രോബ്ലംസ് ഡ്യൂറിങ് വിച്ച് സ്റ്റെപ്പ് ഓഫ് ദ നഴ്സിംഗ് പ്രോസസ്സ്. അതായത് നഴ്സിംഗ് പ്രോസസ്സിൻ്റെ ഏത് സ്റ്റെപ്പിലാണ് നമ്മൾ ഒരു പേഷ്യൻറ്റിൻ്റെ ആക്ച്വൽ ആൻഡ് പൊട്ടൻഷ്യൽ ഹെൽത്ത് പ്രോബ്ലംസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ്, അസസ്മെൻറ്റ്, നഴ്സിംഗ് ഡയഗ്നോസിസ്, പ്ലാനിങ് ആൻഡ് ഇവാലുവേഷൻ. നമുക്ക് ഓൾറെഡി നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. ഒരു നഴ്സിംഗ് പ്രോസസ്സിൽ നമ്മൾ അസസ്മെൻറ്റിൽ എന്താണ് നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത്? പേഷ്യൻറ്റിൻ്റെ സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു. അതിൻ്റെ ബേസിൽ, അസസ്മെൻറ്റ് ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നഴ്സിംഗ് ഡയഗ്നോസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നു. ഇനി നഴ്സിംഗ് ഡയഗ്നോസിസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. നമ്മൾ എന്തൊക്കെ ഇൻ്റർവെൻഷൻസാണ് നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കേണ്ടത് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പേഷ്യൻറ്റിന് കൊടുക്കുന്നു. അതാണ് ഇംപ്ലിമെൻറ്റേഷൻ. ഏറ്റവും അവസാനത്തെയാണ് ഇവാലുവേഷൻ. ഇവാലുവേഷനിൽ നമ്മൾ കൊടുത്ത കെയർ പേഷ്യൻറ്റിന് എഫക്റ്റീവ് ആയിരുന്നോ അല്ലയോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്നു. ഏറ്റവും ലാസ്റ്റ് റെക്കോർഡിങ്. അപ്പം ഇതിനകത്ത് ചോദിച്ചേക്കുന്നത് പേഷ്യൻറ്റിൻ്റെ ആക്ച്വൽ ഒരു പൊട്ടൻഷ്യൽ ഹെൽത്ത് പ്രോബ്ലം നമ്മൾ നഴ്സിംഗ് പ്രോസസ്സിൽ ഏത് സ്റ്റെപ്പിലാണ് നമ്മൾ അതെന്ത് ചെയ്യുന്നത്? നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇതിനകത്തുള്ള കറക്റ്റ് ആൻസർ അസസ്മെൻ്റ് ആണ്. കാരണം അസസ്മെൻറ്റിലാണ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ ആക്ച്വൽ ഒരു പൊട്ടൻഷ്യൽ ഹെൽത്ത് പ്രോബ്ലംസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്.